നമസ്കാരം, ഹരീഷാണ്. സ്വച്ഛ് സർവേഷൻ്റെ ഭാഗമായിട്ട് പെരുമ്പാവൂർ നഗരസഭയുടെ പബ്ലിക് ടോയ്ലറ്റുകളിലെല്ലാം ചിത്രങ്ങൾ വരച്ചുകൊണ്ട് നിർദ്ദേശങ്ങൾ രേഖപ്പെടുത്തുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ആ ചിത്രങ്ങൾ വരയ്ക്കാനും എഴുതാനൊക്കെ ഉള്ള ഒരു അവസരം എനിക്കാണ് നഗരസഭ തന്നത്. അപ്പോൾ എൻ്റെ കൂടെ നഗരസഭയിലെ ജീവനക്കാരനായിട്ടുള്ള അർജുൻ ചേട്ടൻ ഉണ്ടായിരുന്നു, പ്രസാദ് ഉണ്ടായിരുന്നു, സന്തോഷ് ചേട്ടൻ ഉണ്ടായിരുന്നു. സന്തോഷ് ചേട്ടൻ അർജുൻ ചേട്ടൻ എപ്പോഴും ഞങ്ങളുടെ പരിപാടി കഴിയുന്നവരെ കൂടെ ഉണ്ടായിരുന്നു. ആദ്യത്തെ ഒരു ദിവസം പ്രസാദ് വന്നിട്ട് ഞങ്ങൾക്ക് സന്തോഷ് ചേട്ടനും കൂടിയിട്ടാണ് വൈറ്റ് പെയിൻ്റൊക്കെ അടിച്ച് തന്നത്. അടിപൊളിയായിട്ട് നമ്മൾ വർക്കുകളെല്ലാം പൂർത്തിയാക്കി. മൊത്തത്തിലൊരു വീഡിയോ ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ വന്നത്. ഇപ്പോൾ ഞാൻ പെരുമ്പാവൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലുള്ള പബ്ലിക് ടോയ്ലറ്റിലാണ്. അപ്പോൾ ഇതാണ് ആ പബ്ലിക് ടോയ്ലറ്റ്. ഇവിടെയൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ അറിയാൻ പറ്റുന്ന നല്ല ചിത്രങ്ങളൊക്കെ നമ്മൾ വരച്ചു വെച്ചിട്ടുണ്ട് ഒരുപാട്. ഈ ടോയ്ലറ്റ് നടത്തിപ്പുകാരൻ എന്ന് പറഞ്ഞാൽ നവാസിക്കയാണ്. അപ്പോൾ നവാസിക്ക നമുക്ക് ഒരുപാട് സപ്പോർട്ടായിരുന്നു. ഇതിനകത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ നവാസിക്കയും ഇവിടെ നിൽക്കുന്ന കൊച്ചാപ്പ എന്ന് പറഞ്ഞൊരു ആളുണ്ട്, മുജീബിക്ക. അപ്പോൾ ഇവരെല്ലാവരും നമുക്ക് നല്ല സപ്പോർട്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക്. സ്വച്ഛ് സർവേഷൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ പബ്ലിക് ടോയ്ലറ്റുകളുടെ മുമ്പിൽ ചിത്രം വരയ്ക്കണമെന്ന് ആലോചിച്ചപ്പോൾ തന്നെ ചിത്രം വരയ്ക്കാൻ അറിയാവുന്ന ആളെന്നുള്ളതിലേക്കാണ് എൻ്റെ അടുത്തേക്ക് ഞങ്ങൾ സാറുമാർ സമീപിച്ചത്. അങ്ങനെ ഞാനത് പറഞ്ഞപ്പോൾ തന്നെ ഏറ്റെടുത്തു. കൂടെ ഇപ്പോൾ അർജുൻ ചേട്ടനും എൻ്റെ കൂടെ വർക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ പ്രസാദ് അതുപോലെ സന്തോഷ് ചേട്ടൻ അവരെയും കൂടി ഞങ്ങളുടെ കൂടെ വിളിച്ചത്. പ്രസാദ് അപ്പോൾ ഒരു ദിവസം മാത്രമേ ഉണ്ടായുള്ളൂ, വൈറ്റ് പെയിൻ്റ് അടിച്ചു തരാൻ വേണ്ടി മാത്രമാണ് ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം സന്തോഷ് ചേട്ടൻ ഞങ്ങളുടെ കൂടെ തന്നെ നിന്നു ഇപ്പോൾ പരിപാടി കഴിയണവരെ. അപ്പോൾ ഞങ്ങൾ അടിപൊളിയായിട്ട് ചിത്രങ്ങളൊക്കെ വരച്ച് സൂപ്പറാക്കി ചെയ്യാൻ ഞങ്ങൾക്ക് സാധിച്ചത് ഞങ്ങളുടെ സാറുമാരുടെ പിന്തുണയോട് കൂടിയാണ്. ഇവിടെയൊക്കെ നിർദ്ദേശങ്ങൾ എഴുതുന്നതിൽ നമ്മൾ ബംഗാളി ഭാഷയും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ഇത് പെരുമ്പാവൂർ യാത്രി നിവാസിലെ പബ്ലിക് ടോയ്ലറ്റ് ഉണ്ട്, മേളിലത്തെ സ്റ്റാൻഡ് എന്ന് പറയും. അപ്പോൾ ഇവിടെയും നമ്മൾ ഇതുപോലെ ചിത്രങ്ങളൊക്കെ വരച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണിച്ചു തരാം. ഞങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ വർക്ക് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഡ്യൂട്ടിയൊക്കെ നന്നായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് തന്നുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്രയും നന്നായിട്ട് ഇത് ചെയ്യാൻ പറ്റിയിട്ടാണ്. നമ്മുടെ നഗരസഭയിലെ HSും ക്ലീൻ സിറ്റി മാനേജറായിട്ടുള്ള സാജു സാറ്, HMമാരായിട്ടുള്ള ഹുസൈൻ സാറ്, പ്രസന്നൻ സാറ്, ജയിച്ചമാരായിട്ടുള്ള രാജേഷ് സാറ്, ലിജി മാഡം, ഇവരുടെയൊക്കെ അളവറ്റ പിന്തുണ ഈ വർക്കിൻ്റെ കൂടെ ഉണ്ട് കേട്ടോ. ഒരു വെജിറ്റബിൾ മാർക്കറ്റിലെ പബ്ലിക് ടോയ്ലറ്റ് ആണ്. അപ്പോൾ അത് നമുക്ക് കാണാം. KSWMPയുടെയും സ്വച്ഛ് സർവേഷൻ്റെയൊക്കെ പ്രൊജക്ട് ഓഫീസർമാരായിട്ടുള്ള ആതിര മാഡം, ഹസ്നത്ത് മാഡം, അതിനുശേഷം വന്ന ഫസീല മാഡം ഒക്കെ നല്ല രീതിയിൽ നമുക്ക് ഈ പ്രൊജക്റ്റ് തീർക്കുന്നതിന് വേണ്ടി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പെരുമ്പാവൂർ പട്ടാലിലാണ്, RT ഓഫീസിൻ്റെ അടുത്തുള്ള പബ്ലിക് ടോയ്ലറ്റിൻ്റെ ഫ്രണ്ടിലാണ്. അവിടുത്തെ വർക്കൊന്ന് കാണാം. ഇങ്ങനെ പബ്ലിക് ടോയ്ലറ്റുകളുടെ മുമ്പിൽ ചിത്രങ്ങൾ വരച്ചതുകൊണ്ടോ നിർദ്ദേശങ്ങൾ എഴുതി വെച്ചതുകൊണ്ടോ മാത്രം കാര്യമില്ല. ഇതെല്ലാം വായിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നതിന് വേണ്ടി പൊതുജനങ്ങൾ തയ്യാറാവുക കൂടി ചെയ്താൽ മാത്രമേ എപ്പോഴും നമ്മുടെ നഗരം ശുചിത്വപൂർണ്ണമായിരിക്കുകയുള്ളൂ. എപ്പോഴും ശുചിത്വത്തോടെ നമ്മൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് നമുക്ക് അസുഖങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടി സഹായിക്കും. ഇതുകൂടാതെ കുറച്ചുകൂടി പ്രവർത്തനങ്ങൾ ഞങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ചെയ്ത ഒന്നാണ് C&D വേസ്റ്റ് കളക്ഷൻ സെൻറ്റർ. ബാക്കി കാര്യങ്ങളെല്ലാം അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ഉൾപ്പെടുത്താം. അപ്പോൾ ഇതൊക്കെയാണ് സ്വച്ഛ് സർവേഷൻ്റെ ഭാഗമായിട്ട് പെരുമ്പാവൂർ നഗരസഭയുടെ കീഴിലുള്ള പബ്ലിക് ടോയ്ലറ്റുകളുടെ ഫ്രണ്ടിലുള്ള ചിത്രം വരകളും നിർദ്ദേശങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളുടെ വർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഞങ്ങൾ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നേരത്തെ തന്നെ കിട്ടും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഞാൻ ഹരീഷ്. ബൈ.